ഹായ് ഹലോ. എൻ്റെ ഈ കയ്യിലിരിക്കുന്ന വസ്തു എന്താണെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും. അതെ, ഇതാണ് നമ്മുടെ കോൺ. ഫസ്റ്റ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചില്ല, പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയപ്പോൾ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്ത അവസ്ഥയിലെത്തിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്താലോ എന്ന് കരുതി. അപ്പോൾ ഈ കോൺ കൊണ്ട് ഒരു ഡിഷാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എന്ത് ഡിഷാണെന്നല്ലേ? ഒരു മസാല കോണാണ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, എന്തൊക്കെ കൊണ്ടാണ് ഞാൻ ഈ സ്വീറ്റ് കോൺ ഇളക്കാൻ നോക്കിയെന്ന്. കത്തിയെടുത്തു, ഫോർക്കെടുത്തു, പിന്നെ ഇതാ കൈ കൊണ്ട് തന്നെ ഞാൻ ചെയ്യുവാണ്. ഇതാദ്യം ഒന്ന് ഞാൻ കുറച്ചൊക്കെ ഞാൻ ഇളക്കിയെടുത്തോളൂ. കംപ്ലീറ്റായിട്ട് ഞാൻ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയുവാണ്, പരീക്ഷണമാണ്. സക്സസ് ആവോ ഫെയിൽ ആവോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം ഞാനിങ്ങനെ ഈ രണ്ട് കൈയൊക്കെ ഉപയോഗിച്ചാണ് ഇങ്ങനെയൊക്കെയാണ് ഇളക്കിയെടുക്കുന്നത്. കാരണം ഇത് ഫ്രഷ് കോൺ ആയതുകൊണ്ട് വളരെ സോഫ്റ്റാണ് കേട്ടോ. നമ്മളതിങ്ങനെ പിടിച്ചവരെ പിതുങ്ങിപ്പോവും, അധികം അമർത്താൻ പറ്റില്ല. അപ്പം അങ്ങനെ ഞാൻ പതുക്കെ ഒരു കുഞ്ഞിനെ എന്ന പോലെയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഉണങ്ങിയ കോണാണെങ്കിൽ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് ഫ്രഷ് ആയതുകൊണ്ട് ഇച്ചിരി പാടാണ്, എന്നാലും നമ്മൾ ഇളക്കിയെടുക്കും. അപ്പോൾ ഇളക്കിയെടുത്തിട്ട് കാണാം. അപ്പോൾ അതാ നമ്മുടെ കോൺ ഇവിടെ നമ്മൾ എടുത്തു, കഴുകി വൃത്തിയാക്കി ഒരു കുഞ്ഞ് അരിപ്പയിലോട്ടാക്കിയിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് കഴുകിയതിൻ്റെ വെള്ളം ഒന്ന് വാലാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോട്ടെ എന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വെള്ളം ഒന്ന് വലുന്ന സമയം കൊണ്ട് നമുക്കിത് അടുത്തൊരൈറ്റം ഒന്ന് ശരിയാക്കിയെടുക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊക്കെ ഇതിനെ പരിചയമുണ്ടോ? ഇതെന്താണെന്ന് വെച്ചാൽ എന്താ അറിയാമോ? മരിച്ചീനിയല്ല കേട്ടോ. ലൈറ്റിൽ പെട്ടെന്ന് മരിച്ചീനി തോന്നുന്നത് മരിച്ചീനിയല്ല. നമ്മുടെ ഇവിടെ ചീനിക്കിഴങ്ങെന്ന് പറയും, മധുരക്കിഴങ്ങ്, ചീനിക്കിഴങ്ങ് എന്ന് പറയും. അപ്പോൾ ഞാനിതൊന്ന് കഴുകി വൃത്തിയാക്കി വെട്ടി നുറുക്കി അടുപ്പിലാക്കും ആ ടൈം കൊണ്ട്. ചീനിക്കിഴങ്ങ് വയ്ക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം, മധുരക്കിഴങ്ങ് എങ്ങനെയാണ് വേവിക്കുന്നതെന്ന്. അപ്പോൾ അതിനുവേണ്ടി കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതൊരു വെള്ളം വാലുന്ന ടൈമിൽ ഇതൊന്ന് കുക്ക് ചെയ്യാൻ പോവുകയാണ്. മധുരക്കിഴങ്ങ് അഥവാ ചീനിക്കിഴങ്ങ് ഏകദേശം തിളയ്ക്കാറായിരിക്കുകയാണ്. അപ്പം നമ്മുടെ കോണിലേക്ക് നമുക്ക് കിടക്കാം. അതാണല്ലോ നമ്മുടെ മെയിൻ. ഇവിടെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയും അവിടെ നമ്മുടെ സ്വീറ്റ് കോണും. എന്താ അല്ലേ കോമ്പിനേഷൻ? നല്ല രണ്ട് സ്വീറ്റുകൾ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കോൺ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഞാൻ കോണിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ നമ്മുടെ ഒരു മസാല, ഒരു നാടൻ മസാല. എന്തൊക്കെയാണെന്നുള്ളത് വെച്ചാൽ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്താണ് ഈ ഒരു മസാല. പിന്നെ ഞാനൊരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഗ്രീൻ ചില്ലി സോസാണ്. ഇതൊരു 1 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ചട്ടി അടുപ്പത്തിരുന്ന് അങ്ങ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിക്കാം. പക്ഷേ എനിക്കിത് പരീക്ഷണമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സക്സസ് ചാൻസ് എത്രത്തോളമെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. എന്നാലും നമ്മൾ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കാം. അപ്പം നമ്മൾ അത്യാവശ്യം ഓയിൽ ആഡ് ചെയ്തു. ഇപ്പോൾ ഓയിൽ ചൂടായി, തീ സിമ്മിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ കോൺ ആഡ് ചെയ്യാൻ പോവുകയാണ്. വെള്ളമൊക്കെ ഉള്ളതാണ്, ഒരു പൊട്ടിത്തെറിയൊക്കെ പ്രതീക്ഷിക്കാം. ഒരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. നമ്മുടെ ചോളം നമുക്കൊന്ന് ആദ്യം ഒന്ന് കുക്കാക്കി എടുക്കാം. അപ്പം നമ്മുടെ കോണ് ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു ശകലം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഒരു ശകലം ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. മൊത്തത്തിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാൻ നിൽക്കരുത്. കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കണം.
ഫുൾ മസാലയും ആഡ് ചെയ്തു. ഇനി ഞാൻ ഇതിലേക്ക് ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ടൊമാറ്റോ സോസ് കൂടെ. അപ്പം നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ വെന്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതവിടെ വേവട്ടെ. നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കോണിൻ്റെ ഒരു മസാല. നമ്മളിതിന് പേരൊന്നും ഇട്ടിട്ടില്ല. ഞാനിത് ടേസ്റ്റ് ചെയ്തു, എനിക്ക് നല്ല ഇഷ്ടമായി. അതും കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ട് കഴിച്ചു, എനിക്കിഷ്ടമായി. അപ്പോൾ നമ്മളെ വേറെ ടെസ്റ്റ് ചെയ്യണ്ട വേറെ ആൾക്കാരും. അപ്പം നമുക്കിപ്പോൾ ടെസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കും എങ്ങനെയാണ് ടേസ്റ്റ്. അപ്പോൾ അയാളൊക്കെയാണ്. അടുത്തയാളോ നോക്കൂ. സൂപ്പർ സൂപ്പർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി. നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ അവിടെ റെഡിയാവുന്നതേ ഉള്ളൂ. അത് പിന്നെ എനിക്ക് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സ്വീറ്റ് പൊട്ടാറ്റോ റെഡിയാവും. യൂഷ്വലി എല്ലാവരെയും പോലെ നമ്മളത് കഴിക്കും. അപ്പം നമ്മുടെ സ്വീറ്റ് കണ്ട റെസിപ്പി ഇതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെയും ബൈ.